ഓർമ്മയുണ്ടോ ഈ കാലം? വെന്ത് കുഴഞ്ഞ റേഷനരി ചോറിൽ നിന്നും കല്ല് പെറുക്കിക്കളഞ്ഞ് കഴിച്ചിട്ടുണ്ടോ? മഴ പെയ്ത് തണുത്തുറയുമ്പോൾ പൊട്ടിയ ഓടിനിടയിൽ നിന്നും വീഴുന്ന മഴവെള്ളത്തെ കയ്യെത്തി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? വീഴുന്ന മഴവെള്ളത്തിൻ്റെ അടിയിൽ അമ്മ പാത്രം കൊണ്ടുവെക്കുമ്പോൾ ഇവിടെയും ഉണ്ടമ്മേ എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടോ? വയറു വിശന്നിട്ട് പുളിങ്കുരുവോ ആഞ്ഞിലിക്കുരുവോ ചക്കക്കുരുവോ വറുത്തു തിന്നിട്ടുണ്ടോ? കപ്പപ്പുഴുക്ക് വേവിക്കുമ്പോൾ ചെറുള്ളിയും കാന്താരിയും ഉപ്പും പച്ചവെളിച്ചെണ്ണയും കൂട്ടി കുഴച്ചു കഴിച്ചിട്ടുണ്ടോ? വിശന്നിട്ട് കണ്ണ് കാണാതെ വെന്ത ചൂട് ചോറിൻ്റെ കൂടെ പച്ചവെളിച്ചെണ്ണയും ഉപ്പും മാത്രം കൂട്ടി കഴിച്ചിട്ടുണ്ടോ? ഒരൊറ്റ ബുക്കിൻ്റെ രണ്ട് പുറത്തും മത്സരിച്ച് രണ്ട് വിഷയങ്ങൾ എഴുതിയിട്ടുണ്ടോ? പേന മാറ്റി വാങ്ങാനില്ലാതെ അതിലും വില കുറഞ്ഞ റീഫില്ലർ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടോ? നാളെ ക്ലാസ്സിൽ വരുമ്പോൾ 10 രൂപ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ നെഞ്ചൊന്ന് ഇടിച്ചിട്ടുണ്ടോ? വഴിയിന്ന് കിട്ടിയ കശുവണ്ടി പെറുക്കി കൂട്ടി വെച്ചിട്ട് ഇത് വിറ്റ് കിട്ടുന്ന പൈസയോർത്ത് സ്വപ്നം കണ്ടിട്ടുണ്ടോ? തീരാറായ ചിമ്മിനി വിളക്ക് ഒന്ന് തിരിച്ചും മറിച്ചും കുലുക്കിയും നോക്കിയിട്ട് അല്പം കൂടി ആളിക്കത്തുന്നത് നോക്കി കണ്ടിട്ടുണ്ടോ? സ്കൂളിൽ നിന്നും കിട്ടുന്ന പയറും കഞ്ഞിയും പഴുത്ത വാഴയിലയിൽ പൊതിഞ്ഞ അച്ചാറോ ചമ്മന്തിയോ കൂട്ടി കഴിച്ചിട്ടുണ്ടോ? രാത്രിയിൽ എപ്പോഴോ അച്ഛൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഇതിലും ഭീകരമായ അവരുടെ കുട്ടിക്കാലത്തെ ദാരിദ്ര്യത്തെപ്പറ്റി പറഞ്ഞു തരുമ്പോൾ കണ്ണൊന്ന് നിറഞ്ഞിട്ടുണ്ടോ? ഓർമ്മകൾക്ക് എപ്പോഴും വല്ലാത്തൊരു നോവാണ്, പാഠമാണ്, നെഞ്ചിൽ സുഖമുള്ള നീറ്റലാണ്. ഓർക്കുമ്പോഴൊക്കെ കണ്ണിൽ വെള്ളം പൊട്ടുന്ന കിനാവാണ്. വളരെ വലിയൊരു മെസ്സേജാണ് ഇന്നത്തെ ചിന്തയിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. അതെ, ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീൽ ഉണ്ട് അല്ലേ? അതായത് പഴയ ഒരു തലമുറയുടെ അതെ, ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടിന്റെ കാലത്ത് ജീവിച്ച് പോയ ഒരു തലമുറ ഇപ്പോഴും ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് എനിക്കൊക്കെ ഈ പറഞ്ഞതിൽ ചിലതൊക്കെ അനുഭവങ്ങളുണ്ട്. അദ്ദേഹം പറയുമ്പോൾ നമ്മളെ കണ്ണിലൂടെ അതിങ്ങനെ ശരി കാണുകയാണ്. തീർച്ചയായിട്ടും ഉച്ച സമയത്ത് പോലും കഞ്ഞി കുടിച്ചിരുന്നൊരു കാലുണ്ട്. അതെ അതെ, കഞ്ഞി. അതുപോലെ നമ്മുടെ നാട്ടിൽ പൂളാന്ന് പറയും, കപ്പയൊക്കെ ആശ്രയിച്ച് ചക്കയൊക്കെ ആശ്രയിച്ച് കഴിഞ്ഞൊരു തലമുറ നമുക്കുണ്ട്. നമ്മുടെ രക്ഷിതാക്കളെ അവരുടെ പൂർവികരൊക്കെ ഇതിലേറെ കഷ്ടപ്പെട്ടവരാണെന്ന് നമുക്കറിയാം. ഒരു നേരത്തെ വയറ് നിറക്കാൻ വേണ്ടിയിട്ട് അതും ജോലിക്കൊട്ടും കുറവുണ്ടാവില്ല, അധ്വാനത്തിനൊട്ടും കുറവില്ല. പക്ഷെ ഭക്ഷണത്തിന് ആണെങ്കിൽ വളരെ കുറച്ച് ഭക്ഷണമാണ് കിട്ടുക. തീർച്ചയായും എനിക്ക് തോന്നുന്നത് നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ എത്ര അനുഭവങ്ങൾ എത്രയോ പറയാണ്ടാവും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അന്ന് ഇപ്പൊ നമ്മുടെ സ്കൂളിൽ എനിക്കറിയാം, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലുള്ള ഈ അത് കഞ്ഞിയും പയറും പാത്രത്തിലേക്ക് കഞ്ഞിന് ഒരു കയ്യിലോട് കഞ്ഞി ചോറാ കഞ്ഞിയെ മനസ്സിലാവില്ല, അത് ഒഴിച്ചു തരും. അതിന് മുകളിൽ പയർ ഒഴിച്ചു. അതായിരുന്നു. എന്നിട്ട് ഈ എല്ലാ കുട്ടികളും കഞ്ഞി കുടിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കഞ്ഞി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കുട്ടികളെ നമുക്കറിയായിരുന്നു. വീട്ടിലോട് പ്രത്യേകം വാങ്ങിയിട്ടെന്ന് വെച്ചാൽ അത്ര കഷ്ടപ്പാട്. അങ്ങനെ ഒരു ആശ്വാസമായിരുന്ന ഒരു തരത്തില് അന്നത്തെ കാലത്ത് സ്കൂളിലെ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും തന്നെ പറയാം. അതേപോലെ ആ ചിന്തയിൽ പറഞ്ഞ വീടുകൾ ചോറ് മഴ പെയ്യുമ്പോഴേ പാത്രം വെക്കുക. അതേപോലെ ഈ മറ്റേ പാളുണ്ടല്ലോ, അതിന്റെ പീസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഈ ഓടിന്റെ ഇടയിലൂടെ വെള്ളം ചാടുമ്പോ ചിലപ്പോ ഓടാവൂല, ഷീറ്റോ വൈക്കോലൊക്കെ ആയിരിക്കും. അങ്ങനത്തെ ഒരു കാലം ഒരുപക്ഷെ നമ്മളെ പുതിയ ജനറേഷന് അത്ര പരിചയം ഉണ്ടാവില്ല. ഇപ്പോൾ ആളുകൾക്ക് അത്ര പ്രശ്നങ്ങളില്ല. ഇപ്പൊ അതിൽ ഈ പേനയുടെ കാര്യം പറയുന്നുണ്ട്, റീഫില്ല് വാങ്ങിച്ച് നമ്മൾ ഉപയോഗിച്ചിരുന്നുള്ള. അതിനൊപ്പം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ വൈഫിനോട് ഈ ഒരു വിഷയം പറഞ്ഞതെന്നോ, പെൻസില്, കടലാസ് പെൻസില് നമ്മളൊരു ഇഞ്ച് വരെ നമ്മൾ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പൊ കുട്ടികള് ജസ്റ്റ് ഒരു ഇതാവുമ്പോഴേക്കും അത് ഒഴിവാക്കി വേറെ എടുക്കുന്നു. എത്രയോ സൈസ് വലിപ്പ നീളത്തിലുണ്ടെങ്കിലും അത് അവർ ഉപയോഗിക്കൂല, എന്തെങ്കിലും റീസൺ പറഞ്ഞിട്ട് അവർ ഒഴിവാക്കുന്നു. പുതിയ എല്ലാ വീട്ടിലും അല്ലെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും കാണുന്നതാണ്. എന്നാൽ പോലും ഇന്നും ദാരിദ്ര്യം അനുഭവിക്കുന്ന മക്കളുണ്ട്, അല്ലെങ്കിൽ വീടുകളുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോ ഒരു ഭാഗത്തു നിന്ന് കുഴിമന്തി മറ്റേ മന്തികൾ നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്ന വെറും ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്കും യൂറോപ്യൻ സംസ്കാരത്തിലേക്കും പോകുമ്പോഴും ഒരു ഭാഗത്ത് എപ്പോഴും ഉണ്ട് കഷ്ടപ്പാടുണ്ട്. തീർച്ചയായും നമുക്കറിയാലോ, ഇപ്പൊ നമ്മളെ വിസ്ഡം യൂത്തിന്റെ ഒരു ട്രീറ്റ് എന്നുള്ള പദ്ധതി ഈ സമയത്ത് അനുസ്മരിക്കേണ്ട ട്രീറ്റ് എന്നുള്ള പദ്ധതി എന്ന് പറഞ്ഞാല് വളരെയധികം ഉപകാരമുള്ള. കാരണം നമ്മള് ഈ ട്രീറ്റ് പദ്ധതി കൊണ്ടുവന്ന് ഫീൽഡിലൊരു സർവേ നടത്താൻ വേണ്ടി നിശ്ചയിച്ചപ്പോ എല്ലാ യൂണിറ്റിലും കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യൂണിറ്റുകളിലൊക്കെ എന്തുണ്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട്. അപ്പൊ ശരിക്ക് നല്ലൊരു പദ്ധതിയാണത്. തീർച്ചയായിട്ടും അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നമുക്കൊന്ന് അനുസ്മരിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും. അതായത് നമ്മള് സർവേ നടത്തിയ ഒരു വ്യക്തിയെ കണ്ടെത്തുകയാണ്.
ആ വ്യക്തിക്ക് ചുരുങ്ങിയത് 6 മാസത്തേക്ക് 2000 രൂപയുടെ ഭക്ഷ്യവസ്തുക്കൾ ഒരു കടയിൽ നമ്മൾ നമ്മുടെ ഈദ് കിസ്ബ പോലെ ഒരു കുടുംബത്താണ് ഏറ്റെടുക്കുന്നത്. ആ കുടുംബത്തിന് എന്ത് ചെയ്യുക, അവർക്ക് ഇഷ്ടമുള്ള സാധനം 2000 രൂപയുടെ ഇഷ്ടമുള്ള ഭക്ഷ്യവസ്തുക്കൾ എന്ത് ചെയ്യുക, കടയിൽ നിന്ന് വാങ്ങാം. അപ്പോൾ ശരിക്ക് നമുക്ക് സ്കൂളിൽ ഇപ്പൊ നമ്മൾ സ്കൂൾ അധ്യാപകരായ ആളുകൾക്കൊക്കെ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഒരു ക്ലാസ്സിൽ 10-40 കുട്ടികളുണ്ടെങ്കിൽ ഓരോ കുട്ടികളെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ശരിക്കും ഒരു ബിരിയാണി കഴിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. നമുക്ക് തോന്നുന്നത് എല്ലാവരും കുഴിമന്തിന്റെ പിന്നാലെയാണ്. കഷ്ടപ്പാടുള്ള ദാരിദ്ര്യമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപ്പോഴും ഉണ്ട്. അത് നിങ്ങൾ ഈ സ്ട്രീറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് അതിനകത്ത് സ്ട്രൈക്ക് ചെയ്ത വേറെ പോയിന്റ് എന്ന് വെച്ചാല് ആ ഒരു ഉപഭോക്താവിന്റെ എന്താ പറയാ അഭിമാനത്തെ ഏൽക്കാതെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഒരിക്കലും ഇത് ആരാ തരുന്നതെന്ന് പോലും അവർക്ക് അറിയുന്നില്ല. ഇത് വാങ്ങിച്ചു കൊണ്ടുവന്ന വീട്ടുകാരനോ അല്ലെങ്കിൽ അവരുടെ മക്കൾക്കോ ഇത് വേറെ സഹായം ഇന്ന ആള് നമ്മള് എല്ലാ മാസവും ഒരാൾ ഇങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോ ഒരു വിധേയത്വം കാണിക്കുമായിരുന്നു. ഇത് അതൊന്നും ഇല്ലാതെ അവർ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കടയിൽ വിസ്ഡം യൂത്തിന്റെ ആളുകൾ പൈസ ഏൽപ്പിക്കുന്നു. ആ കടയിൽ വന്ന് ഇവർക്ക് ആവശ്യമുള്ള നെയ്യാണോ പിന്നെ എന്താ പറയാ നമ്മുടെ കൈമ അരിയോ എന്താ അവർക്ക് വേണ്ടത് വെച്ചാല് വാങ്ങിച്ച് അത് കൊണ്ടുപോയിട്ട് എനിക്ക് തോന്നുന്നത് ബീഫും അതുപോലെ പച്ചമീനൊക്കെ വാങ്ങിക്കാനുള്ള സംവിധാനം ഇതിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ചില യൂണിറ്റിലെ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ അനുഭവം അതാണ്. അപ്പൊ തീർച്ചയായും നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കളെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാല് നമ്മുടെ യൂണിറ്റിലുള്ള യൂത്തുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് പല സഹകരണം ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല ക്യാഷ് ഉള്ളവരാണെങ്കിൽ എന്റെ ഒരു വിഹിതം കൊടുക്കാം. ഒരു മാസത്തെ 2 മാസത്തെ 6 മാസത്തേക്ക് ഒരു വ്യക്തിക്കുള്ള 2000 ഞാൻ കുടുംബത്തെ ഏറ്റെടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പരിചയമുള്ള ക്യാഷ് ഉള്ള ആളുകളോട് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പദ്ധതിയിലേക്ക് ക്യാഷ് കൊടുക്കുക. ഇങ്ങനെയൊക്കെ നന്മയിൽ അതുപോലെ തന്നെ നമ്മുടെ പരിസരത്തുള്ള ആളുകളെ വിസ്ഡം യൂത്തിന്റെ ആളുകൾ പരിചയപ്പെടുക. ഇതിന് അർഹരായ ആളുകളുണ്ടെങ്കിൽ പരിചയപ്പെടുത്തി കൊടുക്കും. അവർ കിട്ടാതെ അവർക്ക് അർഹരാണെങ്കിൽ അവർക്ക് നൽകാം. തീർച്ചയായും ഇന്നത്തെ ചിന്തയിൽ നമുക്ക് നൽകിയ ചിന്ത നമ്മുടെ പഴയ കാലാണ്. ആ പഴയ കാലത്തിലെ ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടിന്റെ അന്ന് മഹാഭൂരിപക്ഷം ആളുകൾ അങ്ങനെയായിരുന്നു. ഇന്നും അതേ അവസ്ഥകൾ അനുഭവിക്കുന്ന, വീടില്ലാത്ത അല്ലെങ്കിൽ ഉള്ള വീട്ടിൽ തന്നെ പ്രയാസം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഒരു നേരം നല്ല രൂപത്തിൽ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന, പല തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം ഒരു സംശയമല്ല. പിന്നെ എന്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം പിന്നെ പേര് ഞാൻ പറയുന്നില്ല, നമ്മുടെ ചെറുപ്പത്തിൽ വളരെയധികം ദാരിദ്ര്യം അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ സ്കൂളിൽ വന്നിട്ട് വിശന്നിട്ട് സ്കൂളിൽ നിന്ന് കിട്ടിയ കഞ്ഞി കുടിച്ചിട്ടായിരിക്കും വന്നേക്കുക, വീട്ടിൽ വരുമ്പോൾ പിന്നെ ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് അദ്ദേഹം പോകുന്ന വഴിയിൽ പിന്നെ കപ്പ ഉണ്ടാവില്ല, അന്ന് പൂള കുത്തിയിട്ട് അത് വല്ല മാന്തി എടുത്തിട്ട് അതിന് ഒന്നെടുത്തിട്ട് കഴിച്ചു പോകും. എൻ്റെ പറിച്ചും പുറത്തു വരട്ടെ എന്നിട്ട് പലപ്പോഴും നമ്മുടെ അടുത്ത് പറയുമ്പോൾ, പക്ഷെ അദ്ദേഹം ഇന്ന് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പല കുട്ടികൾക്കും പഠിക്കാൻ പുസ്തകമില്ലാത്തവർക്ക് അദ്ദേഹം സ്വന്തം ഏറ്റെടുത്ത് കൊടുക്കുന്ന വ്യക്തിയാണ്. നമുക്കറിയാം, കാരണം അയാൾ എന്നോട് പറയും, ഞാൻ അനുഭവിച്ചൊരു ഇതാണ്. സ്കൂളിൽ പോകുമ്പോൾ ആകെ ഒരു നോട്ട് ബുക്കേറ്റാ പോവുക, എല്ലാ വിഷയവും അതിനകത്ത് എഴുതുക. 2 വിഷയങ്ങളിൽ എഴുതിയിട്ടുണ്ടോ? പേന മാറ്റി വാങ്ങാനില്ലാതെ അതിലും വില കുറഞ്ഞ റീഫില്ലർ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടോ? നാളെ ക്ലാസ്സിൽ വരുമ്പോൾ 10 രൂപ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ നെഞ്ചൊന്ന് ഇടിച്ചിട്ടുണ്ടോ? വഴിയിന്ന് കിട്ടിയ കശുവണ്ടി പെറുക്കി കൂട്ടി വെച്ചിട്ട് ഇത് വിറ്റ് കിട്ടുന്ന പൈസയോർത്ത് സ്വപ്നം കണ്ടിട്ടുണ്ടോ? തീരാറായ ചിമ്മിനി വിളക്ക് ഒന്ന് തിരിച്ചും മറിച്ചും കുലുക്കിയും നോക്കിയിട്ട് അല്പം കൂടി ആളിക്കത്തുന്നത് നോക്കി കണ്ടിട്ടുണ്ടോ? സ്കൂളിൽ നിന്നും കിട്ടുന്ന പയറും കഞ്ഞിയും പഴുത്ത വാഴയിലയിൽ പൊതിഞ്ഞ അച്ചാറോ ചമ്മന്തിയോ കൂട്ടി കഴിച്ചിട്ടുണ്ടോ? രാത്രിയിൽ എപ്പോഴോ അച്ഛൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഇതിലും ഭീകരമായ അവരുടെ കുട്ടിക്കാലത്തെ ദാരിദ്ര്യത്തെപ്പറ്റി പറഞ്ഞു തരുമ്പോൾ കണ്ണൊന്ന് നിറഞ്ഞിട്ടുണ്ടോ? ഓർമ്മകൾക്ക് എപ്പോഴും വല്ലാത്തൊരു നോവാണ്, പാഠമാണ്, നെഞ്ചിൽ സുഖമുള്ള നീറ്റലാണ്. ഓർക്കുമ്പോഴൊക്കെ കണ്ണിൽ വെള്ളം പൊട്ടുന്ന കിനാവാണ്. വളരെ വലിയൊരു മെസ്സേജാണ് ഇന്നത്തെ ചിന്തയിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. അതെ, ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീൽ ഉണ്ട് അല്ലേ? അതായത് പഴയൊരു തലമുറയുടെ അതെ ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടിന്റെ കാലത്ത് ജീവിച്ചു പോയ ഒരു തലമുറ ഇപ്പോഴും ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് എനിക്കൊക്കെ ഈ പറഞ്ഞതിൽ ചിലതൊക്കെ അനുഭവങ്ങളുണ്ട്. അദ്ദേഹം പറയുമ്പോൾ നമ്മളെ കണ്ണിലൂടെ അതിങ്ങനെ കാണുകയാണ്. തീർച്ചയായിട്ടും ഉച്ച സമയത്ത് പോലും കഞ്ഞി കുടിച്ചിരുന്നൊരു കാലുണ്ട്. അതെ അതെ, കഞ്ഞി. അതുപോലെ നമ്മുടെ നാട്ടിൽ പൂളാന്ന് പറയും, കപ്പയൊക്കെ ആശ്രയിച്ച് ചക്കയൊക്കെ ആശ്രയിച്ച് കഴിഞ്ഞൊരു തലമുറ നമുക്കുണ്ട്. നമ്മുടെ രക്ഷിതാക്കളെ അവരുടെ പൂർവികരൊക്കെ ഇതിലേറെ കഷ്ടപ്പെട്ടവരാണ് നമുക്കറിയാം.
ഒരു നേരത്തെ വയറ് നിറക്കാൻ വേണ്ടിയിട്ട് അതും ജോലിക്കൊട്ടും കുറവുണ്ടാവില്ല, അധ്വാനത്തിനൊട്ടും കുറവില്ല. പക്ഷെ ഭക്ഷണത്തിന് ആണെങ്കിൽ വളരെ കുറച്ച് ഭക്ഷണമാണ് കിട്ടുക. തീർച്ചയായും പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ എത്ര അനുഭവങ്ങൾ എത്രയോ പറയാണ്ടാവും. തീർച്ചയായിട്ടും അന്ന് ഇപ്പൊ നമ്മള് സ്കൂളിൽ എനിക്കറിയാം, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലുള്ള ഈ അത് കഞ്ഞിയും പയറും പാത്രത്തിലേക്ക് കഞ്ഞിന് ഒരു കയ്യിലോട് കഞ്ഞി ചോറ കഞ്ഞിയെ മനസ്സിലാവില്ല, അത് ഒഴിച്ചു തരും. അതിന് മുകളിൽ പയർ ഒഴിച്ചു. അതായിരുന്നു. എന്നിട്ട് ഈ എല്ലാ കുട്ടികളും കഞ്ഞി കുടിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കഞ്ഞി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കുട്ടികളെ നമുക്കറിയായിരുന്നു. അവിടെ പ്രത്യേകം വാങ്ങിയിട്ട് എന്താ വെച്ചാൽ അത്ര കഷ്ടപ്പാട്. അങ്ങനെ ഒരു ആശ്വാസമായിരുന്നു ഒരു തരത്തില് അന്നത്തെ കാലത്ത് സ്കൂളിലെ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും തന്നെ പറയാം. അതേപോലെ ആ ചിന്തയിൽ പറഞ്ഞ വീടുകൾ ചോറ് മഴ പെയ്യുമ്പോഴേ പാത്രം വെക്കുക, അതേപോലെ ഈ മറ്റേ